أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പൂർത്തിയാക്കാതെ പാതിയിൽ നിർത്തിവെച്ച ഒരു വിഷയമുണ്ടായി. നമസ്കാരവുമായി ബന്ധപ്പെട്ട പഠനമാണ്. ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്നുള്ള ഖുത്ബകളിൽ ആ പഠനത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖമായി വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതമായും അതോടൊപ്പം തന്നെ നമസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മസ്ജിദുകളെ സംബന്ധിച്ച ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് വിഷയം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മസ്ജിദ് എന്ന അറബി പദത്തിന് മലയാളത്തിൽ നമ്മൾ പൊതുവെ ഉപയോഗിച്ചു വരാറുള്ള വാക്ക് എന്ന് പറയുന്നത് പള്ളി എന്നാണ്. എന്നാൽ പള്ളി എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഒരു ദ്രാവിഡ പദമാണ്. വിശ്രമസ്ഥലം, ഗ്രാമം, അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ദ്രാവിഡ പദമാണ് പള്ളി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാന പുരസരം ചിലതിലേക്ക് ചേർത്തി പള്ളി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ചില കർമ്മങ്ങളെയും വാസസ്ഥലങ്ങളിലേക്കുമൊക്കെ ചേർത്ത് പള്ളിയറ എന്നും പള്ളി ഉറക്കമെന്നുമൊക്കെ അങ്ങനെയും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ചു വരുന്ന ആരാധനാലയങ്ങൾക്ക് ആ പള്ളി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാധീനത്തിലൂടെയാണ്. ബുദ്ധ ജൈന മതത്തിലെ സന്യാസിമാർ അവർ താമസിക്കുകയും അവർ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും പ്രാർത്ഥിക്കുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്തിന് പള്ളി എന്നാണ് പ്രയോഗിച്ചു വരാറുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട്
നമ്മുടെ നാടുകളിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒക്കെ ആരാധനാലയങ്ങളെ അവരവരുടെ വിശ്വാസങ്ങളിലേക്ക്, ആ നാമങ്ങളിലേക്ക് കൂടെ ചേർത്ത് മുസ്ലിം പള്ളിയെന്നും ക്രിസ്ത്യൻ പള്ളിയെന്നുമൊക്കെ ഉപയോഗിച്ച് വിളിച്ചു വരാറുള്ളത്. അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ആരാധനാലയങ്ങളെ പള്ളി എന്ന് വിളിച്ചു വരുന്നത്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം സൂചിപ്പിച്ചു എന്ന് മാത്രം, നമുക്കൊരു ബോധ്യമുണ്ടാകുന്നതിന് വേണ്ടി. എന്നാൽ അതിലൊക്കെ അപ്പുറം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള, വലിയ മഹത്വമുള്ള ഒരു സ്ഥാനമാണ് പള്ളി എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അത് പള്ളികളാണ്, മസാജിദുകളാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അത് പള്ളികളാണ്. വ അബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അനിഷ്ടകരമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അസ്വാഖുഹ, അങ്ങാടികളാണ്, മാർക്കറ്റുകളാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരും താല്പര്യപ്പെടുന്നവരുമായി മാറണം. എത്ര കണ്ട് സാധ്യമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എന്നാൽ അതിനോടുള്ള അങ്ങേയറ്റത്തെ ഒരു താല്പര്യവും ആഗ്രഹവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേണം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് നമ്മളായിത്തീരുവാൻ. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലത്ത് കൂടുതൽ സമയങ്ങളിൽ ആകുവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർത്ത് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടുപോകും. പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പിന്നെ അവരുടെ വർത്തമാനങ്ങളും കൂടിയാലോചനകളും കൂട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ ആയിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തിരുത്ത് ആവശ്യമാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ കൂടുതൽ സമയങ്ങൾ ഉണ്ടാകാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ പള്ളികളുമായി അടുക്കാനും അതുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കണം. പള്ളിയോട് ഒരു വല്ലാത്ത മാനസിക അടുപ്പം, അവിടേക്ക് വരുമ്പോൾ മനസ്സിന് ഒരു കുളിരും റാഹത്തും, അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനുണ്ടാവണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയണം. കാരണം നമുക്കൊരു ദിവസം വരാനുണ്ട്, ഒരു ദിനം നമുക്ക് നാളെ വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തുദിനശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. സൂര്യൻ സൃഷ്ടികളിലേക്ക് ഏറ്റവും അടുത്തു വന്ന് നിൽക്കുന്ന ഒരു ദിവസം, മനുഷ്യർക്ക് മുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ദിവസം മഹ്ശറിൽ നമുക്കെല്ലാവർക്കും വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ അകലത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ഹത്താ തകൂന മിൻഹും ലിമിഖ്ദാരി മൈലിൻ. ഒരു മൈൽ അകലെ മാത്രം സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദിവസം എല്ലാ മനുഷ്യരും വരാനുണ്ട്. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർഖ്. മനുഷ്യന്മാരെല്ലാം അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, അവരുടെ തെറ്റുകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസം. അവരുടെ പ്രവർത്തനങ്ങൾ കാരണം കണങ്കാല് വരെയും കഅബ് വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരും, അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരും, കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരും, എന്നാൽ വായ അടക്കം മൂക്കടക്കം മുങ്ങി ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്ന വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുമൊക്കെ നാളെ പരലോകത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം, സൂര്യൻ തലക്ക് മുകളിൽ അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അത് പറഞ്ഞപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് മറ്റൊരാൾക്കും തണൽ നൽകാൻ കഴിയാത്ത ആ ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ തണലുണ്ടാവട്ടോ. ആ 7 വിഭാഗങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അവരാരാന്നറിയോ? റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. പള്ളിയുമായി ഹൃദയബന്ധമുണ്ടാക്കിയ ആളുകൾ. ആ പ്രയോഗം നോക്ക് നിങ്ങൾ, പള്ളിയുമായി ബന്ധമുണ്ടാക്കിയ ആളുകളല്ല,
പള്ളിയുമായി ബന്ധമുള്ള ആളുകളല്ല, നേരെ മറിച്ച് പള്ളിയുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ച, ഹൃദയബന്ധമുണ്ടാക്കിയ, ആത്മബന്ധമുണ്ടാക്കിയ ആളുകളെയാണ് നാളെ പരലോകത്ത് അള്ളാഹു പ്രത്യേകമായി തണൽ നൽകി അനുഗ്രഹിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ തണൽ ലഭിക്കണം. അതിന് പള്ളിയുമായി നമുക്ക് ആത്മബന്ധമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, പള്ളി എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മസാജിദുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് നന്മകൾ നേടിയെടുക്കാനും ഒരുപാട് തിന്മകളെ ഇല്ലായ്മ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഇടം കൂടിയാണ് പള്ളി എന്ന ബോധ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും പകൽ സമയത്ത്, ഗദാ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ആരെങ്കിലും പള്ളിയിലേക്ക് പോയാൽ, ഔറാഹ അല്ലെങ്കിൽ സായാഹ്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ, അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്ന കുല്ലമാ ഗദാ ഔറാഹ. ഇപ്പോ ഏകദേശം എല്ലാ സമയവുമായി, പകലും രാത്രിയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാ സമയവുമായി, ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ അവന് പ്രത്യേകമായ വിരുന്നൊരുക്കുന്നുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വിശിഷ്ടമായ വിഭവങ്ങൾ കൊണ്ട് വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ഇനി ഒരു കാര്യം ആലോചിച്ച് നോക്ക്, അള്ളാഹു ആർക്കാണ് വിരുന്നൊരുക്കുക? നമ്മൾ ആർക്കാണ് വിരുന്നൊരുക്കുക? നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമ്മൾ ഏറ്റവും നല്ല വിഭവങ്ങൾ കൊണ്ട് വിരുന്നൊരുക്കും. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹു വിരുന്നു തയ്യാറാക്കുന്നുണ്ട് എന്നാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി വുളൂ ചെയ്തുകൊണ്ട് ഫർള് നമസ്കാരങ്ങൾ ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് നടന്നു വരികയാണ് എങ്കിൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹറം, ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിന് തുല്യമായ പ്രതിഫലമാണ് നൽകുക എന്ന്. എന്തേ ചെയ്തുള്ളൂ? വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വൃത്തിയായി ഫർള് നമസ്കാരം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വന്ന ആൾക്ക് ലഭിക്കുന്ന കൂലി ഹജ്ജ് ചെയ്തവന് സമാനമായ കൂലി എന്നാണ്. തുടർന്ന് നബി പറഞ്ഞത്, വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ഇനി ആരെങ്കിലും ളുഹാ നമസ്കാരത്തിന്, സുന്നത്തായ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരികയാണ് എങ്കിൽ അവന് ഉംറ ചെയ്ത ആളുടെ പ്രതിഫലം ആണ് എന്ന്. എന്തപ്പോ പറഞ്ഞത്? നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമല്ലേ, അതിൻ്റെ പ്രതിഫലം ഇത്രയാണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് എങ്കിലോ പള്ളിയോടുള്ള നമ്മുടെ ആത്മബന്ധം കൂടും. കാരണം ഇത്രയധികം പ്രതിഫലം നമുക്ക് നേടിത്തരുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നറിയുമ്പോൾ എന്തായാലും അതിനോട് ഒരു അടുപ്പവും ഒരു സ്നേഹവും ഒരു ഹുബ്ബും ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവണം എന്നാണ്. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആലോചന എന്താണെന്നറിയോ, ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഹജ്ജ് ചെയ്ത കൂലിയോ? മനുഷ്യന്മാര് സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് 4-5 ലക്ഷം മുടക്കിയിട്ട് ആരോഗ്യം ചെലവഴിച്ച് ഒരുപാട് ദിനങ്ങൾ യാത്ര ചെയ്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് ഭക്ഷണം കിട്ടാതെ മുസ്ദലിഫയിലൊക്കെ ആരാൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയിട്ട് കിട്ടണ ഹജ്ജിൻ്റെ പ്രതിഫലം ഇവിടെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരാലോചന ഉണ്ടാവും, ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ പടച്ചവൻ ഇത്ര വലിയ പ്രതിഫലം നൽകുമോ എന്ന്. അതിലൊരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു ഉമ്മ തൻ്റെ 2 കുഞ്ഞുങ്ങളെയും ചുമന്നുകൊണ്ട് വന്നു. വിശപ്പ് കൊണ്ട് അങ്ങേയറ്റമെത്തിയ തളർന്നുറങ്ങുന്ന മക്കളെ തോളിലിട്ടുകൊണ്ടാണ് ആ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നത്. എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ ഒന്നുമില്ല, അവർക്ക് എന്തെങ്കിലും കിട്ടണം. ആയിഷ റളിയല്ലാഹു അൻഹ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി അന്വേഷിച്ചപ്പോൾ കിട്ടിയത് 3 കാരക്കകൾ മാത്രമാണ്, 3 ഈന്തപ്പഴങ്ങൾ മാത്രമാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ ആ ഉമ്മയുടെ അടുക്കലേക്ക് ആ ഈന്തപ്പഴങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് കഴിക്കാൻ പറഞ്ഞു. ഉമ്മ ഓരോ ഈത്തപ്പഴങ്ങൾ തൻ്റെ ഓരോ പെൺമക്കൾക്കുമായി കൊടുത്തു. അവർ ആ ക്ഷീണത്തിൽ നിന്ന് എഴുന്നേറ്റ് ആർത്തിയോടുകൂടി ആ ഈത്തപ്പഴം കഴിച്ചു. മൂന്നാമത്തത് കഴിക്കുന്നതിന് വേണ്ടി ഉമ്മ തൻ്റെ വായിലേക്ക് എടുത്തു വെക്കാൻ പോകുമ്പോൾ വളരെ ദൈന്യതയോടുകൂടി ആ മക്കൾ തൻ്റെ ഉമ്മയുടെ കണ്ണിലേക്ക് നോക്കി. ആ സമയം ആ ഈന്തപ്പഴത്തെ രണ്ടായി പകുത്ത് ഉമ്മ തൻ്റെ പെൺമക്കൾക്ക് കൊടുത്തു. ഉമ്മ കഴിച്ചിട്ടില്ല. ഉമ്മ അപ്പോഴും മുഴുപട്ടിണിയിലാണ്. തൻ്റെ പെൺമക്കൾക്ക് കൊടുത്തു. ഈ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകൻ വീട്ടിലേക്ക് വന്ന സമയത്ത് പ്രവാചകനോട് ഈ സംഭവം വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് ഹദീസിൽ, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ അഅതഖഹാ ബിഹാ മിനന്നാർ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ആ ഒരൊറ്റ കാരണത്താൽ ആ പെണ്ണിന് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകിയിരിക്കുന്നു. ഇനി ഭൗതികമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവരെന്താ കൊടുത്തത്? ഒരു ഈന്തപ്പഴത്തിന് 2 പൊളിയാക്കി അത് തൻ്റെ മക്കൾക്ക് കൊടുക്കുക ചെയ്തത്. ചെറിയൊരു സാധന കൊടുത്തത്, വളരെ ചെറിയ ഒരു സാധനം. ഒരാൾക്ക് വിശപ്പകറ്റാൻ മാത്രം പോകുന്നതല്ല കൊടുത്തത്. പക്ഷെ അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞ പ്രതിഫലം എന്താ? സ്വർഗമാണ്. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടുന്നത്? കൊടുത്തതിൻ്റെ വലിപ്പമല്ല, മനസ്സിൻ്റെ ഒരുക്കമാണ്. അത് കൊടുക്കാൻ ആ ഉമ്മ കാണിച്ച മനസ്സുണ്ടല്ലോ, ആ സന്നദ്ധതയുണ്ടല്ലോ, ആ സന്നദ്ധതക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം. ആ നിയ്യത്തിനാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം. ഇതുപോലെ നമ്മൾ പള്ളിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഷുഗലുകളുണ്ട്, എന്തൊക്കെ വ്യവഹാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അതെല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളി കേൾക്കുമ്പോൾ, വിജയത്തിലേക്ക് നമസ്കാരത്തിലേക്കുള്ള വിളി കേൾക്കുമ്പോൾ എല്ലാം മാറ്റിവെച്ച് തൻ്റെ വ്യാപാര സ്ഥാപനം അടച്ചിട്ട് അല്ലെങ്കിൽ അത് മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തി പള്ളിയിലേക്ക് വരാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ റെഡിനെസ്സിന്, ആ സന്നദ്ധതക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലമാണ് ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത പ്രതിഫലം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാലടിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കാലെടുത്ത് വെക്കുമ്പോൾ അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തെ കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ ദറജ സ്വർഗത്തിൽ അള്ളാഹു ഉയർത്തി കൊടുക്കും. എത്ര വലിയ പ്രതിഫലമാണ് ഇത്രയും നിസാരമായ ഒരു കാര്യത്തിന്. എന്തായാലും പള്ളിക്ക് നടന്ന വരും. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. ഇനിയോ പള്ളിയിലെത്തിയിട്ട് പള്ളിയുടെ അകത്ത് കയറി നമസ്കാരം നിർവഹിച്ച് അല്ലെങ്കിൽ പള്ളിയിൽ കയറി ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അവർക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥന. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇവന് റഹ്മത്ത് ചൊരിയണേ എന്ന് നമ്മളല്ല ചെയ്യുന്നത്, നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ പള്ളിയിലായിരിക്കുന്നതിന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ പള്ളിയിൽ നമ്മൾ ഉണ്ടായിരിക്കുന്നതിന് മലക്കുകൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് അകലാൻ, നരകത്തിൽ നിന്ന് അകലാൻ നമ്മെ ഏറെ സഹായിക്കുന്ന ഈ കർമ്മങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആ പള്ളിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും അതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന നന്മകളെ തിരിച്ചറിയുകയും ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളോട് ഒരു മഹബത്ത്, ഒരു ഇഷ്ക് സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പള്ളിയോട് നമ്മൾ ആ ആഗ്രഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ആ പള്ളിയിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ അറിയണം. അപ്പോഴാണ് നമ്മുടെ പഠനം പൂർത്തിയാവുകയും അതിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ വചനം, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ശആഇറുകളെ, അടയാളങ്ങളെ
മാനിക്കുന്നുവെങ്കിൽ, ആദരിക്കുന്നുവെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതവൻ്റെ ഹൃദയത്തിൻ്റെ തഖ്വയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ശആഇറുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, ബൈത്തുള്ള എന്ന് നമ്മൾ പറയാം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ ആദരിക്കുക എന്നുള്ളതും ബഹുമാനിക്കുക എന്നുള്ളതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ ആദ്യമായി നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ എന്താണെന്നറിയോ? പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. വൃത്തിയുള്ളതും മാന്യമായതുമായ വസ്ത്രം ധരിച്ചു വേണം. വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചു വരണം. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മളൊരു സൽക്കാരത്തിന് പോകുമ്പോൾ, ഒരു വിരുന്നിന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് പോവുക. പക്ഷെ പള്ളിയിലേക്ക് വരുമ്പോഴോ ചില വീടുകളിൽ ഉയർന്നു കേൾക്കാറുള്ള ശബ്ദമാണ്, പള്ളിക്കല്ല, അതൊക്കെ മതി. അത് പറ്റില്ല. നമ്മൾ പോകുന്നത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വിരുന്നിലേക്കാണ്. നമ്മുടെ അയൽവാസി ഒരുക്കി വെച്ച കല്യാണ സദ്യയിലേക്ക് പോകുന്നതിനേക്കാൾ മഹത്വമുള്ളതല്ലേ റബ്ബൊരുക്കി വെച്ച വിരുന്നിലേക്ക് പോകുമ്പോൾ? അതുകൊണ്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും മാന്യമായ, ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വേണം പള്ളികളിലേക്ക് വരാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, പള്ളികളിൽ നിങ്ങളുടെ എല്ലാ അലങ്കാരങ്ങളും നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ എല്ലാം നന്നായി ഒരുങ്ങി ഒക്കെ വരേണ്ട സ്ഥലം ഏതാ? പള്ളിയാണ്. എല്ലാ സീനത്തുകളും, എല്ലാ അലങ്കാരങ്ങളും, പ്രൗഢിയും നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വരുമ്പോഴാണ്. പള്ളിയും മോടിയുള്ളതായിരിക്കണം. പള്ളിയിലേക്ക് വരുന്ന ആളുകളും അതേപോലെ സുന്ദരമായിട്ട് വേണം വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുന്ദരനാണ്, സുന്ദരന്മാരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് റബ്ബിൻ്റെ സൗന്ദര്യ സങ്കല്പം. മനസ്സിൻ്റെ സൗന്ദര്യമാണ് റബ്ബ് കാണുന്നത്. ഒപ്പം വൃത്തിയോടുകൂടി പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒപ്പം നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക്, ഒരേ സൊഫിൽ വലതും ഇടതുമായി നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ, ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ നമ്മൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല. പ്രവാചകന്റെ കർശനമായ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ അകല സൂമ വൽ ബസല വൽ ഖറാസ്, ആരെങ്കിലും വെളുത്തുള്ളി, ഉള്ളി എല്ലാം കഴിച്ചിട്ട് ഫലാ യഖ്റബന്ന മസ്ജിദന, പിന്നെ അവൻ നമ്മുടെ പള്ളിയിലേക്ക് അടുത്തു പോകരുത്. ഉള്ളി കഴിച്ചിട്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിലേക്ക് അടുത്തു പോകരുത്. അപ്പോൾ ഞാൻ ഉള്ളി കഴിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ പള്ളിക്ക് പോകണില്ല എന്നല്ല. നേരെ മറിച്ച് ദന്തശുദ്ധി വരുത്തി, വല്ലാത്ത ദുർഗന്ധമായിരിക്കും, അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്മെല്ലൊക്കെ അതുകൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആരും പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് തന്നെയും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ വരാൻ പാടില്ല എന്നുള്ളതാണ്. സുബഹിക്കൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓടി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നന്നായി ദന്തശുദ്ധി വരുത്തി വൃത്തിയായി സുഗന്ധം പൂശിയൊക്കെ വേണം പള്ളിയിലേക്ക് വരാൻ. ഇനിയോ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ഥിരമായി പുകവലിക്കുന്ന ആളുകളുടെ ശ്വാസോച്ഛ്വാസത്തിന് പോലും പുകയുടെ ഗന്ധമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്തരത്തിലുള്ള ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ അയാളത് വൃത്തിയാക്കിയിട്ട് വേണം വരാൻ, മണം പുറത്തേക്ക് വരാത്ത രൂപത്തിൽ. ഇനി ഇതിൽ നിന്ന് നിങ്ങളൊരു ഫത്വ എടുക്കരുത് കേട്ടോ. ഞാനിതൊരു ഫത്വയായിട്ട് പറഞ്ഞതല്ല. സിഗരറ്റ് വലിച്ചാലും കുഴപ്പമില്ല, പള്ളിക്ക് വരുമ്പോൾ പല്ലി വെച്ചിട്ട് വന്നാൽ മതി എന്ന് ഫത്വ എടുക്കരുത്. കാരണം ആരെങ്കിലും പറഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം ഫത്വാക്കി എടുക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഇത് ഫത്വയായിട്ട് പറഞ്ഞല്ല. അതിൻ്റെ ഫത്വ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, ഹദീസും ഖുർആൻ്റെ ആയത്തും ഒക്കെ വെച്ചിട്ട്. നമ്മളത് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. അതല്ല എങ്കിൽ ആ ദുർഗന്ധം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് അവസാനിപ്പിക്കണം. നമ്മൾ നമസ്കരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് പ്രയാസമാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോട്ടെ, വീട്ടിൽ ചെന്നാൽ കുട്ടികൾക്ക്, ഭാര്യയ്ക്ക് അതൊരു പ്രയാസം തന്നെയല്ലേ. എത്ര കാലമാണ് അവരതങ്ങനെ സഹിച്ച് നിൽക്കാൻ കഴിയുക? അങ്ങനെ ഉണ്ടാവരുതെന്നാണ്. അത് അവസാനിപ്പിക്കണം. അത്
പൂർണ്ണമായി നിർത്താൻ കഴിയുമെങ്കിൽ പൂർണ്ണമായി തന്നെ നമുക്കത് നിർത്താൻ കഴിയണം. പിന്നെയും സൂചിപ്പിക്കുന്നത് ഇതൊരു ഫത്വയായി പറഞ്ഞതല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പള്ളിയിലേക്ക് വരാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ദീർഘമായി നമസ്കരിക്കുകയും പിന്നീട് അല്പം ഒന്ന് ഉറങ്ങുകയും ചെയ്തതിന് ശേഷം പ്രവാചകൻ പള്ളിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശത്തെ ആക്കണമേ. വഫീ ലിസാനി നൂറ, എൻ്റെ നാവിൽ നീ പ്രകാശമാക്കണമേ. വഫീ ബസരി നൂറ, എൻ്റെ കണ്ണുകളിൽ നീ പ്രകാശം ചൊരിയണേ. വഫീ സമഈ നൂറ, എൻ്റെ കേൾവിയിൽ നീ പ്രകാശം ചൊരിയണേ. വഅൻ യമീനി നൂറ, എൻ്റെ വലത് നീ പ്രകാശമാക്കണമേ. വഅൻ യസാരി നൂറ, എൻ്റെ ഇടതുഭാഗത്ത് നീ പ്രകാശം ചൊരിയണമേ. വമിൻ ഫൗഖി നൂറ, എൻ്റെ മുകളിൽ നീ പ്രകാശമാക്കണമേ. വമിൻ തഹ്തി നൂറ, എൻ്റെ താഴ്ഭാഗത്തും പ്രകാശമാക്കണേ. വമിൻ അമാമി നൂറ, എൻ്റെ മുന്നിലും. വമിൻ ഖൽഫി നൂറ, എൻ്റെ പിന്നിലും നീ പ്രകാശമാക്കണമേ. വജ്അൽ ഫീ നഫ്സി നൂറ, എൻ്റെ ആത്മാവിൽ അഖിലം നീ പ്രകാശം നിറയ്ക്കണമേ. വഅ്ലംലി നൂറ, അങ്ങനെ പ്രകാശത്തിൻ്റെ കേന്ദ്രമായി ആ പ്രകാശത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഹിദായത്ത് എന്നാണ്. വലതും ഇടതും മുകളിലും താഴെയും കണ്ണിലും കാതിലും അങ്ങനെ എല്ലായിടത്തിലും കൽബിലും മനസ്സിലും എല്ലാം ഹിദായത്ത് നിറക്കുന്ന ആളുകളായിക്കൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ കഴിയണം. പള്ളിയിലേക്ക് എത്തിയാലോ വലതു കാല് വെച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കണം, അറിയുന്നതാണ്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കയറണം. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. എല്ലാ പള്ളിയുടെയും വാതിൽക്കൽ ആ പ്രാർത്ഥന ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടാവും, വായിച്ച് പ്രവേശിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ. അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കണം. ശരിക്കും പള്ളിയിലേക്ക് വലതുകാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടാവണം, അതിൻ്റെ ആശയവും. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൻ്റെ വാതായനങ്ങൾ എനിക്ക് മുന്നിൽ നീ തുറന്നു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ പള്ളിയിലേക്ക് കയറണം. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഇരിക്കാൻ പാടില്ല. ഏതുവരെ? 2 റകഅത്ത് തഹിയ്യത്ത് നമസ്കരിക്കുന്നതുവരെ. പള്ളിക്ക് നമ്മൾ നൽകുന്ന തഹിയ്യത്താണ് 2 റകഅത്ത് നമസ്കരിക്കുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹ. നിങ്ങളോട് ആരെങ്കിലും ഒരു അഭിവാദ്യം ചെയ്താൽ, തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പോൾ പള്ളിയോട് നമ്മൾ നടത്തുന്ന അഭിവാദ്യമാണെന്ത്? 2 റകഅത്ത് നമസ്കാരം. നമ്മൾ ഒരാളെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയില്ല അസ്സലാമു അലൈക്കും, അവൻ തിരിച്ചും പറയുമല്ലോ. അതിനേക്കാൾ നല്ലത് കൊണ്ട് മറുപടി പറയില്ലേ? പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടുന്നത് 2 റകഅത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്ര ഗൗരവത്തിൽ എടുത്തു എന്നും നമുക്ക് മനസ്സിലാവുന്നത്, മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വരുന്ന സഹാബി, അദ്ദേഹം ഒരു ഇടം കണ്ടെത്തി അവിടെ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, എഴുന്നേറ്റ് നിന്നിട്ട് 2 റകഅത്ത് നമസ്കരിച്ച് ഇരിക്കണം എന്നാണ്. അത് നമ്മുടെ ഒരു ശീലമായി, അത് പള്ളിയോട് നമ്മൾ കാണിക്കേണ്ടുന്ന ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ നമ്മൾ നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് വേണം ഇരിക്കാൻ. പിന്നെ നമുക്ക് ജുമുഅക്ക് വരുമ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആളുകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ജുമുഅയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജുമുഅ നമസ്കാരത്തിന് ഖത്തീബ് മിമ്പറിൽ കയറി ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ പലപ്പോഴും ബാങ്ക് തീരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ വേണ്ടതില്ല എന്നാണ്. അവർ 2 റകഅത്ത് നമസ്കരിക്കുകയും വേഗം ഇരിക്കുകയും അതിനേക്കാൾ പ്രധാനമായ ഖുതുബ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും വേണം എന്നാണ് നമുക്ക് ഇസ്ലാമിക പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം, ജമാഅത്ത് നടക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താ ചെയ്യാറ്? പെട്ടെന്ന് വുളു എടുത്തിട്ട് ഓടിയാണ് സൊഫിലേക്ക് വരും. ഓടി സൊഫിലേക്ക് വരും. കാരണം എന്താണെന്നറിയോ? ആ റകഅത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്.
അങ്ങനെ ഒരു ഓട്ടവും ബഹളവും, എവിടെയാണ് ഒഴിവുള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഒരു പാച്ചിലായിരിക്കും. അങ്ങനെ ഓടരുത് എന്നാണ്. അങ്ങനെ ഓടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ ഫംഷു ഇലസ്സലാത്തി വഅലൈക്കുമുസ് സക്കീന, നിങ്ങൾ സമാധാനത്തോടു കൂടി അങ്ങോട്ട് നടക്കണം, നമസ്കാരത്തിലേക്ക് നടക്കണം, അഥവാ സ്വഫിലേക്ക് വളരെ സക്കീനത്തോടു കൂടി ശാന്തമായി നിങ്ങൾ നടക്കണം. വൽ വഖാറ വലാ തുസ്രിഉ, നിങ്ങൾ ധൃതി കൂട്ടരുത്. വഖാറത്തോടു കൂടി, ഗാംഭീര്യത്തോടു കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പള്ളിയിലേക്ക്, നമസ്കാരത്തിലേക്ക് നിങ്ങൾ നടക്കാൻ. എന്നിട്ട് പ്രവാചകൻ ഇതുകൂടി പറഞ്ഞു, ഫമാ അദ്റക്തും ഫസല്ലു, അങ്ങനെ നടന്നു വന്നിട്ട് നിങ്ങൾക്ക് ജമാഅത്തിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾ നമസ്കരിച്ചോ. വമാ ഫാത്തക്കും ഫാത്തിമു, നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കിക്കോ. അതല്ലാതെ വുളൂഉം ശരിയാവില്ല, ഓടി ഇങ്ങനെ വന്നിട്ട് വല്ലാത്ത ഒരു ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 ആൾ പുറകിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നാൽ നമ്മൾ എന്താ വിചാരിക്കുക? അത് ഉണ്ടാകരുത് എന്നാണ്. ധൃതി കൂട്ടിക്കൊണ്ട് നമ്മൾ പരമാവധി നേരത്തെ എത്തുകയും പള്ളിയിൽ വന്ന് ഇരിക്കുകയും സൊഫിലിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് വേണ്ടത്. ഓടി അതിലേക്ക് വരരുത്. പിന്നെ മറ്റൊന്ന്, ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, പള്ളിയിൽ അനാവശ്യമായ ശബ്ദമുയർത്തരുത്. പള്ളിയിൽ ഒച്ച ഉണ്ടാക്കരുത്. പള്ളികൾ അതിനുള്ളതല്ല. നമ്മുടെ സംസാരങ്ങൾക്കും ഒന്നുമുള്ളതല്ല പള്ളി. നമ്മുടെ അനാവശ്യമായ സംസാരങ്ങൾക്കും കൊടുക്കൽ വാങ്ങലുകൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഇടമല്ല പള്ളി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം കുറച്ച് ഉച്ചത്തിലാക്കിയ സ്വഹാബിയോട് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ചോണേ. സ്വഹാബി ഖുർആൻ ഓതുകയാണ്. അത് ശബ്ദം കുറച്ച് ഉച്ചത്തിലായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, അലാ ഇന്ന കുല്ലക്കും മുനാജിൻ റബ്ബഹു, നിങ്ങളൊരു കാര്യം അറിയണം കേട്ടോ, നിങ്ങളെല്ലാവരും അള്ളാഹുവുമായി രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫലാ യുഅദ്ദി അന്ന ബഅദുകും ബഅദൻ, നിങ്ങൾ ഒരാൾ മറ്റേ ആളെ ബുദ്ധിമുട്ടിക്കരുത്. സഹാബി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഖുർആൻ ഒച്ചത്തിൽ ഓതിക്കൊണ്ടിരുന്ന ആളോടാണ് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം ഇടങ്ങേറുണ്ടാക്കരുത് കേട്ടോ. വലാ യർഫഅന്ന ബഅദകും അലാ ബഅദിൻ ബിൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പോലും നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ശബ്ദമുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിലാണ് എങ്കിൽ പോലും മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ ഉച്ചത്തിലാവാൻ പാടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അങ്ങനെ ആവരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മളെക്കാൾ ഉച്ചത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ സംസാരിക്കുന്ന കാലമാണ്. നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മളെക്കാൾ ഉച്ചത്തിലാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പള്ളിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവ് എന്താണെന്നറിയോ? ആ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് അത് സ്വിച്ച് ഓഫ് ആക്കുകയോ സൈലൻ്റ് ആക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. നമസ്കരിക്കുന്ന സമയത്തുണ്ടാകും ഓരോരുത്തരുടെ മൊബൈൽ അങ്ങനെ റിങ് ചെയ്യും. ഇതിപ്പോൾ കൈയടിച്ചിട്ട് മൊബൈൽ ഓഫാക്കി കഴിഞ്ഞാൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് സലാം വീട്ടുന്നത് വരെ ഇതിങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. റിങ് ചെയ്യുന്നതോ സുബ്ഹാനല്ലാഹ് എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. പലരുടെയും റിംഗ് ടൂണൊക്കെ ഈ പള്ളീൻ്റെ അകത്ത് നിന്ന് റിങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം അത് ഓഫാക്കണം. അത് പള്ളിയോട് കാണിക്കേണ്ടുന്ന മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖുർആൻ ഓതുമ്പോൾ ഒച്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ റിംഗ് ടൂൺ ഇട്ടും കൊണ്ട് പള്ളിക്ക് വന്നിട്ട് പിന്നെ കോള് ചെയ്യുന്ന നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ട് കേട്ടോ. ഒരാൾ ഒരു തവണ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും വിളിച്ച് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അത് മനസ്സിലാകുമല്ലോ. ഒരാൾ ആ കോൾ എടുക്കുന്നില്ല എങ്കിൽ അയാൾക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ. പിന്നെയും വിളിച്ചിട്ട് ചിലപ്പോൾ അവൻ പള്ളിയിലായിരിക്കും. അവൻ ഈ പറഞ്ഞ 3 പ്രാവശ്യം അനങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലാകുന്നു എന്ന് വിശ്വസിച്ച കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. ബാക്കിയുള്ളവരിതെല്ലാം ബാത്തിലാവും. കാരണം എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കാണ് പോകുക. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കാതെ അതിലൊക്കെ കാര്യമായ ശ്രദ്ധ നമുക്ക് വേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പള്ളിയോട് കാണിക്കേണ്ടുന്ന എല്ലാ ആദരവുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് പള്ളിയിൽ സജീവമായി അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ പ്രതിഫലങ്ങളും നേടിയെടുക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. സാന്ദർഭികമായൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പള്ളിയിൽ ജുമുഅക്കടക്കം വന്നു കഴിഞ്ഞാൽ ഇരിക്കേണ്ടുന്നൊരു മര്യാദ കൂടി. ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാക്കിയതിന് ശേഷം വേണം രണ്ടാമത്തെ സ്വഫ്. വൈകി വരുന്ന ആളുകൾ പലരും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ധാരാളം സ്ഥലമുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷെ അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ പലരുടെയും തലയിൽ കൂടി ചാടി വേണം വരാൻ. അതുകൊണ്ട് ഓരോ സഫുകളും പൂർത്തീകരിച്ചു വേണം നമ്മൾ ഇരിക്കാൻ. നമ്മളൊന്ന് പുറകിലേക്ക് നോക്കിയാൽ മതി. കുറേ ആളുകൾ വൈകിയവരാണ് എങ്കിലും പുറത്തങ്ങനെ നിൽക്കുന്നുണ്ട്, അവർക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് അത് നമ്മൾ പള്ളിയിൽ പാലിക്കേണ്ടുന്ന മര്യാദയാണ്. ഇനി പുറത്തു നിൽക്കുന്നവരോട് ജുമാ നമസ്കാരത്തിന് ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുൻപ് പള്ളിയിലെത്തുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതല്ലാത്തവർക്ക് ജുമ ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടുപേരും ആ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ പുലർത്തണം എന്ന് സൂചിപ്പിക്കാൻ. ഇനി മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് പള്ളി പരിപാലിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസാണ്. ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പള്ളി പരിപാലിക്കേണ്ടുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ വിശുദ്ധ ഖുർആൻ കൃത്യമായി അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തിൽ ഞാൻ സൂചിപ്പിച്ച 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനം, ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുടെ കാര്യകർത്തൃത്വം നിർവഹിക്കേണ്ടുന്നത് ആരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഗുണഗണങ്ങൾ എന്തായിരിക്കണം. ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് മുശ്രിക്കുകളായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പരിചരിക്കാൻ പാടില്ലാത്തവരാണ് എന്നാണ്. അത് പറഞ്ഞതിനെ തുടർന്നാണ് എന്നാൽ ആരായിരിക്കണം അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പരിചരിക്കേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മൻ ആമന ബില്ല. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അതാണ്, മൻ ആമന ബില്ല, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരായിരിക്കണം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന ആളുകളായിരിക്കണം പള്ളിയുടെ ഭരണം നടത്തുന്ന ചുമതലക്കാർ ആകേണ്ടത് എന്നാണ്. അതല്ല എങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ, അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലുമാണ് അവർ ഭയപ്പെടുന്നത് എങ്കിൽ പള്ളി മിഹ്റാബുകളിൽ ഖബറുകൾ ഉയരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പള്ളിയോട് അറ്റാച്ച്ഡ് ആയിട്ട് ഖബറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾക്ക് കൃത്യമായി അറിയാം പള്ളി അള്ളാഹുവിനുള്ളതാണ്. അന്നൽ മസാജിദ് ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവിടെ അള്ളാഹു അല്ലാത്ത മറ്റൊരാളും ആരാധിക്കപ്പെടരുത് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളായിരിക്കണം പള്ളിയുടെ ഭരണകർത്താവ് എന്നുള്ളതാണ്. രണ്ടാമത്തത് വൽ യൗമൽ ആഖർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളാകണം. അപ്പം എന്താ സംഭവിക്കുക, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ള ആൾക്ക് ഒരിക്കലും സാമ്പത്തികമായോ മറ്റു രൂപത്തിലോ ഉള്ള ക്രമക്കേടുകൾ കാണിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ എന്ത് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടാലും നാളെ പരലോകത്ത് ചെന്നാൽ ഇത് കണക്ക് പറയണമല്ലോ, അവിടെ വിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോവും. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരലോകത്ത് വിശ്വാസമുള്ള ആളുകളായിരിക്കണം പള്ളിയുടെ ചുമതലക്കാർ. വഅഖാമസ്സല, നമസ്കാരം നിർവഹിക്കണം. പുരുഷന്മാർക്ക് വീട്ടിലല്ല പള്ളിയിലാണ് നമസ്കാരം, അതുകൊണ്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കണം. എല്ലാ കമ്മിറ്റി ഭാരവാഹികളും പള്ളിയിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അവനവൻ ഭരണം നടത്തുന്ന പള്ളിയിൽ തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പള്ളിയിലായി അള്ളാഹുവിൻ്റെ വിളി കേട്ട് കഴിഞ്ഞാൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അവരുണ്ടാവണം. അതവരുടെ ക്വാളിറ്റിയാണ്, ക്വാളിഫിക്കേഷനാണ്. ആ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് പിരിച്ചാൽ മാത്രം പോരാ, സക്കാത്ത് കൊടുക്കണം. അവനവൻ്റെ സമ്പത്ത് അളന്ന് അതിൽ നിന്ന് തൻ്റേതല്ലാത്ത ഓഹരി എന്തുണ്ടോ, മറ്റവന് അർഹതപ്പെട്ടത് എന്താണോ അത് മാറ്റിവെച്ചിട്ട് അവന് കൊടുക്കാൻ കഴിയണം. അവസാനമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലം യഖ്ശ ഇല്ലല്ലാഹ്, വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ് അവസാനം പറഞ്ഞു വെച്ചത്. വല്ലാത്തൊരു വാക്ക്, വലം യഖ്ശ ഇല്ലല്ലാഹ്. ഈ ആദ്യം പറഞ്ഞതിലൊക്കെ ഇതുണ്ട്, എങ്കിലും അള്ളാഹു എന്ത് ചെയ്തു, അതൊന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു, വലം യഖ്ശ ഇല്ലല്ലാഹ്.
പള്ളിയുടെ കാര്യം നടത്തുന്നിടത്ത് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാത്ത ഒരാളാവണം. ഭൗതിക താല്പര്യങ്ങൾക്കനുസരിച്ച്, മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച്, സംഘടനാ താല്പര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധി മാറ്റിമറിക്കുന്ന, നിയമങ്ങൾ മാറ്റിമറിക്കുന്ന ആളുകളാകരുതെന്ന് എത്ര ഗൗരവത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മൾ സൂചിപ്പിക്കണം. ഇല്ല എങ്കിൽ ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ക്വാളിഫിക്കേഷനുകളാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് പള്ളിയുടെ ഭരണം നിർവഹിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ തലത്തിലേക്ക് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും, എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണിത്. ആ തലത്തിലേക്ക് വളരാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കണം. റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന്, പള്ളി നിർമ്മാണത്തിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബന മസ്ജിദൻ കമഫഹസി ഖത്വാത്തിൻ, ആരെങ്കിലും ഖത്വാത്ത് പക്ഷിയുടെ കൂടിനോളം വലിപ്പമുള്ള ഒരു പള്ളി നിർമ്മിക്കുകയാണ് എങ്കിൽ, ഔ അസ്ഗർ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്, ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകും എന്നാണ്. ഖത്താത്ത് പക്ഷി എന്ന് പറയുന്നത് മരുഭൂമിയിൽ മണ്ണും കല്ലും ഉപയോഗിച്ച് വളരെ ചെറിയ കൂടുകൾ ഉണ്ടാക്കുന്ന പക്ഷികളാണ്. ഉറപ്പാണല്ലോ, അതുപോലെയുള്ള ഒരു കൂട്ടിൽ കയറി നിന്ന് ഒരാൾക്ക് പോലും നമസ്കാരം നിർവഹിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പള്ളി ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേക്ക് നമ്മുടെ ചിന്ത പോകുന്നത് എന്താണെന്നറിയാം? ഇതുപോലെ വലിയ എടുപ്പുകളുള്ള ഒരു പള്ളി എന്നെക്കൊണ്ട് ജീവിതകാലത്ത് നടക്കൂല. എന്നാൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിയുന്നു. അതിൻ്റെ പരിചരണത്തിൻ്റെ, പരിപാലനത്തിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിയുമല്ലോ. അതിനൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലം നൽകും എന്നാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഒരു കിളിക്കൂടിനോളം വലിപ്പമുള്ളൊരു പള്ളി എന്ന് പറഞ്ഞാൽ, ഒരു കിളിക്കൂട് വെക്കാനുള്ള വലിപ്പത്തിന് പള്ളിയുടെ ഒരു സ്ഥലം, അതിന് നമുക്ക് അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കണ്ടേ? അതിനേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തായിരിക്കും? ഒരു കാലടി വെക്കാനെങ്കിലും പറ്റണത്. ആ രൂപത്തിൽ നമുക്ക് പള്ളിയോടൊരു അടുപ്പവും മഹബത്തും അതിൻ്റെ പ്രതിഫലവുമൊക്കെ അറിഞ്ഞ് അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രങ്ങൾ കൂടിയാണ്. ആ രൂപത്തിൽ പള്ളികളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പഠിതാക്കളില്ലാതെ ഒരു പഠനവും ലോകത്തൊരിടത്തും സാധ്യമല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതിൽ ഭാഗവാക്കാകാൻ നമുക്ക് കഴിയണം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി ആരോഗ്യത്തോടുകൂടി നമ്മളിൽ സജീവരാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ സാമ്പത്തികമായ പ്രയാസമുള്ള ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളെയും നാഥൻ അവൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.